എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കണ്ണൂർ ലൈറ്റ് ഹൗസിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ണൂർ പോയ ദിവസം തന്നെയാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഹൗസും കവർ ചെയ്തത്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിസരമൊക്കെ നന്നായിട്ട് ഗ്രാസൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ വരികയാണെങ്കിൽ നിങ്ങളൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ഒരു കണ്ണൂർ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇതിനടുത്ത് തന്നെ ഒരു മ്യൂസിയവും കൂടിയുണ്ട് കേട്ടോ. ഈ മ്യൂസിയത്തിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, അതുപോലെ അതിൽ എണ്ണ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലാമ്പുകളും അതിൻ്റെ മാതൃകകളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലൈറ്റിൻ്റെ മാതൃകയും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം, എല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യം അതിനുള്ളിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കേട്ടോ. ചുവപ്പും വെള്ളയും പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത്. ഇതിനുള്ളിൽ സ്പൈറലായിട്ട് കോണി സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ വരെ പോകാം. എന്നിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് കണ്ണൂർ സിറ്റിയുടെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബീച്ചിലേക്കുള്ള വ്യൂ ഒക്കെ നല്ല വ്യൂ ആണ്. അപ്പോൾ അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കണ്ണൂരിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് ആദ്യമായിട്ട് അനുവദിച്ചത് മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. അന്ന് നിർമ്മിച്ച ഫോർട്ടിനടുത്ത് തന്നെയായിരുന്നു അന്ന് നിർമ്മിച്ച ലൈറ്റ് ഹൗസ്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ഫോർട്ടിൻ്റെ ഒരു ഭാഗവും അന്നത്തെ കടലാക്രമണത്തിൽ കടലിൽ പതിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു രീതിയിലുള്ള ലൈറ്റ് ഹൗസ് ഇവിടെ പണി കഴിപ്പിച്ചത്. ആദ്യം ഇതിനകത്ത് ഓയിൽ വിക്ക് ലാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത്യാധുനിക രീതിയിലുള്ള ലാമ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോഡലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നമ്മുടെ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ സ്പൈറലായിട്ടാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ഉള്ളത്, കണ്ടില്ലേ? കമ്പിയൊക്കെ കൊടുത്തിട്ട് മുകളിൽ തൊട്ട് താഴം വരെ നമുക്കിങ്ങനെ കാണാം. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ മുകളിൽ വരെ നമ്മൾ കയറി, എല്ലാവരും മുകളിൽ വരെ കയറി കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ കയറാൻ വിഷമമുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ ഈ ചെറിയൊരു കോവിനെയാണ്, കണ്ടില്ലേ? ചെറിയൊരു സ്റ്റെയർ കേസാണ് മുകളിലേക്കുള്ളത്. ഒരു കമ്പിയുടെ സ്റ്റെയർ കേസാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ മുകളിൽ കയറി ബാൽക്കണിയിലെത്തിയാലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ണൂർ സിറ്റിയുടെ ഒരു ഭാഗം, പയ്യാമ്പലം ബീച്ചൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും മുകളിലിരുന്ന് ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. 1 മണി വരെയാണ് കേട്ടോ അതിൻ്റെ വിസിറ്റിംഗ് ടൈം. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2 തൊട്ട് 5 വരെ. അപ്പോൾ ആ ടൈമിൽ മാത്രമേ ഇവിടെ ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ശക്തമായ കാറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ വിസിറ്റേഴ്സിന് ഈ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാറില്ല. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കടലിലെ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് കാണാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ സമയം അവിടെ ചെലവഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ കണ്ടുപോകും.